ഐശ്വര്യ ദാസ്. ഐശ്വര്യ, വെൽക്കം ടു ദ ഷോ. ഹലോ ഗൈസ്, ഞങ്ങള് സ്റ്റിൽ യങ് കപ്പിൾ തന്നെയാണ്. 5.5 കൊല്ലമായിട്ടുള്ള 5.5 കൊല്ലമായിട്ടുള്ളൂ, ജസ്റ്റ് മാരീഡ് ആയിട്ടുള്ള. ഇന്നൊരാൾ ഞാൻ എന്താ കഴിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 5 മിനിറ്റ് ആലോചിക്കേണ്ടി വരും. എന്നോട് മുന്നേ നടന്നൊരു ഇൻസിഡന്റ് ആലോചിച്ചെടുത്ത് പറയാൻ പറഞ്ഞാൽ ഭയങ്കര ടഫായിരിക്കും. ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണോ ഈസി ആയിട്ടുള്ള ആളാണ്? ഇതൊരു ടഫ് ക്വസ്റ്റൻ ആയല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്, റാദർ ദാൻ അത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ച് നിൽക്കുന്നതിനേക്കാളും. ഇപ്പം നമ്മുടെ നാട്ടിലെ തന്നെ ആൾക്കാരുടെ ഡ്രസ്സിങ് ഒരുപാട് മാറിയിട്ടില്ലേ, ജഡ്ജ് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ ഒരുപാട് മാറിയിട്ടില്ലേ. ഞാൻ എന്നെ ഭയങ്കര ഇങ്ങനെ ആക്കാറില്ല. ഞാൻ എന്നെ കുറച്ച് ഇങ്ങനെയാണ് കൊണ്ടുപോകാറ്. മുന്നേ ഉണ്ടായ ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ടായി. വെളിച്ചനെ പറ്റി അധികം സംസാരിക്കാറില്ല, കാരണം എനിക്ക് സന്തോഷമുള്ള കാര്യമാണെങ്കിലും സങ്കടമുള്ള കാര്യമാണെങ്കിലും എനിക്ക് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു മാരേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിക്ടോക്ക് ചെയ്യരുത്, സ്ലീവ്ലെസ് ഇടരുത്. എൻ്റെ കയ്യിൽ ഇവിടെ ഒരു ടാറ്റു ചെയ്തിട്ടുണ്ട്, ഇനിയൊരു ടാറ്റു ചെയ്യരുത്, ഒരു പുരുഷൻ ടാറ്റു ചെയ്യുന്നത് ശരിയല്ല. നെക്സ്റ്റ് ഡേ വന്ന് ഞാനിത് എൻ്റെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഭയങ്കര ഇതായിട്ട്, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ടിക്ടോക്ക് ചെയ്യരുത് എന്നുള്ളത്, എന്തിനാണ് നീ ഇത് ചെയ്യണത്, സ്ലീവ്ലെസ്സും ഷോർട്ട് ഡ്രസ്സും ഇട്ടിട്ടുള്ള ഫോട്ടോസ് നീ എന്തിനാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് ഈ കോൺവെർസേഷൻ വെറുതെ ഒന്ന് ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പോൾ വെളിച്ചം പറഞ്ഞ റിലേഷൻഷിപ്പ്, ആ കല്യാണം വേണ്ട, എന്നെ പോലത്തെ ഒരാൾക്ക് അങ്ങനെ പറ്റില്ല, അതൊരു ഫ്രസ്ട്രേഷനിലോട്ടാണ് പോകുന്നത്. അത് പറയുന്നത് അമ്മയല്ല, അമ്മയുടെ അച്ഛനാണ്. അത് ഇപ്പോൾ 84 വയസ്സായി. പുള്ളിനെ പറ്റി പറയുമ്പോഴും ഞാൻ കുറച്ച് ഇമോഷണലാവും. 84 വയസ്സായി പുള്ളിക്ക്. പക്ഷേ പുള്ളി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് ഒന്നും ഇങ്ങനെ ആയിരിക്കില്ല. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. കഴിഞ്ഞ 2 ദിവസങ്ങളായി യൂട്യൂബിൽ ഇന്റർവ്യൂ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന, അതേപോലെ തന്നെ എല്ലാ വീഡിയോസ് ഇട്ടാലും നിമിഷങ്ങൾക്കകം ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉള്ള തനിമലയാളിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്, ഐശ്വര്യ ദാസ്. ഐശ്വര്യ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പോൾ 1.5 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയട്ടെ, ഞാൻ പണ്ട് മുതലേ ഐശ്വര്യയുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഒരു പുതിയ പെൺകുട്ടി യൂട്യൂബിലൊക്കെ വരുന്നു, വീഡിയോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്നു. അപ്പോൾ ഒരു നോർമൽ ഗേൾ എന്ന നിലയിൽ, ഇപ്പം എൻ്റെ മാത്രമല്ല പലർക്കും അത് തോന്നുമായിരിക്കും. അപ്പോൾ നമുക്കൊരു ചെറിയ കുശുമ്പും അസൂയൊക്കെ തോന്നും, കാരണം പുതിയൊരു പെൺകുട്ടി വരുമല്ലേ, അവരിങ്ങനെ നല്ല നല്ല വീഡിയോസ് ഇടുമ്പോഴത്തേന് നമുക്ക് എന്തായാലും ഒരു നോർമൽ കുശുമ്പും അസൂയും തോന്നും. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പം ആദ്യമൊന്നും വളരെ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യമൊന്നും ചിലപ്പം ഇഷ്ടപ്പെടത്തില്ല അല്ലേ, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ ഇഷ്ടമല്ല നല്ലത് കേട്ടോ. ആ സമയത്തൊക്കെ ഓക്കെ ഇതെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ എന്താ ഈ കുട്ടി കുറച്ച് ഷോ ഓഫ് ആണല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ പോകെ വീഡിയോസ് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരാളാണ് തനിമലയാളി. പിന്നെ അപ്പം നമുക്ക് പേഴ്സണലി അറിയില്ലല്ലോ ആരാണ് എന്താണ് അല്ലെങ്കിൽ ക്യാരക്ടർ എന്താണ്. പക്ഷെ ഈ ഒരു പിന്നെ ഈ കോൺവെർസേഷൻ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേന് ആ ഒരു ഇഷ്ടം കൂടുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ എന്നെ പോലെ ഇപ്പൊ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബറാണ്, ഇൻഫ്ലുവൻസർ ആണ്. അപ്പൊ എന്നെ പോലെ ഇതുപോലെ കണ്ട് ഇഷ്ടപ്പെട്ടോ ഒരുപാട് ഓഡിയൻസും വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടോ? അയ്യോ, അതിപ്പോ ഞാനല്ലല്ലോ പറയേണ്ടത്, ഞാനാണല്ലോ കാണുന്ന ആൾക്കാരല്ലേ ഇപ്പൊ അത് പറയേണ്ടി വരിക. പക്ഷെ ഇങ്ങനെ ചില കമന്റ്സ് ഒക്കെ വരാറുണ്ട്. അതിപ്പോ അസൂയ കൊണ്ടും കുശുമ്പോണ്ടും അങ്ങനെയൊന്നും ആവണമെന്നില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ഒരാളെ കാണുമ്പോഴും നമ്മളൊരാളെ കണ്ട് ശീലിക്കുമ്പോഴും നമുക്ക് അവരോട് താല്പര്യം തോന്നുന്നതായിരിക്കും, അല്ലാതെ അസൂയും കുശുമ്പും അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ല. എന്താ എങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ ആദ്യം ഈ മലയാളികളുടെ മാത്രമല്ല, എനിക്ക് പൊതുവായിട്ടുള്ള ഒരു ഇതായിരിക്കും, ആദ്യമേ അങ്ങ് പ്രീജഡ്ജ് ചെയ്യല്ലേ, പ്രിജുഡ്യൂസ് മൈൻഡോട് കൂടി ചിലപ്പോൾ അവരെ കാണും, ഓ അവരങ്ങനെയായിരിക്കും ഇവരിങ്ങനെയായിരിക്കും. പക്ഷെ പിന്നെ ആയിരിക്കും അത് ഗ്രാജുവലി മാറി വരും, നമ്മൾ കണ്ട് ചില മുഖം. പക്ഷെ അതൊക്കെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുന്നേ നമ്മൾ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ, അവരെ ചിലപ്പോൾ നമ്മൾ ജഡ്ജ് നമ്മളോട് എങ്ങനെ ഒരാൾ പെരുമാറുന്നു എന്നുള്ള അനുസരിച്ചിട്ടായിരിക്കുമല്ലോ നമുക്ക് എന്താ അവരോട് തോന്നുന്നു എന്നുള്ളതനുസരിച്ചിട്ടിരിക്കുക. പക്ഷെ സോഷ്യൽ മീഡിയ വന്ന ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ ഫ്രെയിമിൽ കാണാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ജഡ്ജിങ് മെന്റാലിറ്റി പൊതുവെ ആൾക്കാരിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊരു അത്ര ആരും എൻകറേജ് ചെയ്യാത്തൊരു മെന്റാലിറ്റി ആയി പൊതുവെ ഇപ്പൊ മാറി വന്നിട്ടുണ്ടല്ലോ. എല്ലാ ആൾക്കാരും അതുകൊണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോ സംസാരിച്ച കുറെ ആളുകളിൽ വളരെ ക്ലിയർ ആൻഡ് കട്ടായിട്ട് അല്ലെങ്കിൽ എന്താ സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഐശ്വര്യ തോന്നിയിട്ടുണ്ട്. അതായത് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, സീരിയസ്ലി ഞാനത് ഇന്ന് രാവിലെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു,
ഐശ്വര്യയുടെ ഇൻ്റർവ്യൂ ആണ്, ആ കുട്ടിയെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് ആദ്യമൊന്നും ചിലപ്പോൾ അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഒരു പേഴ്സണലി സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി ആളോട്. കാരണം ഞാനൊക്കെ ഈ കമ്മ്യൂണിക്കേഷനിൽ കുറച്ച് വീക്കാണ്. കാരണം എൻ്റെ മനസ്സിലുള്ളതൊരു കാര്യമായിരിക്കും, പക്ഷെ എക്സ്പ്രസ് ചെയ്യുന്നത് വേറെ കാര്യമായിരിക്കും. ഇപ്പം ഇവർ തന്നെ വിചാരിക്കും ഇവളെന്താ ഈ പറയുന്നത്. അപ്പം അങ്ങനെ പല മിസ്കമ്മ്യൂണിക്കേഷൻ നടക്കാറുണ്ട്. പക്ഷേ ഐശ്വര്യയോട് ഞാൻ ഒരു സംസാരിച്ചു തുടങ്ങി ഈ നിമിഷം വരെ എന്താണോ പറയാനുള്ളത് അത് വളരെ മിനിമലി ആൻഡ് ക്ലിയർ ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു ബോൾഡ് അല്ലെങ്കിൽ ഇത്ര ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അതിങ്ങനെ ഈ ഒരു ജേർണിയിൽ ഇങ്ങനെ പഠിച്ചു വന്നൊരു കാര്യമാണ്, അത് പണ്ട് തൊട്ടേ ഇങ്ങനെ ആയിരുന്നു? ഞാൻ സംസാരിക്കുന്ന ആളാണ് ആദ്യം തൊട്ടേ. പൊതുവെ എനിക്കിങ്ങനെ സംസാരിക്കാനോ അതും ഒരാളോട് സംസാരിക്കാനോ എനിക്ക് കൂടുതൽ നന്നായിട്ട് പറ്റുക. കുറച്ചധികം ആൾക്കാരുണ്ടെങ്കിൽ എനിക്കത്ര സംസാരിക്കാൻ അത്ര ഓക്കെ അല്ല. പക്ഷെ എന്നാലും നമ്മുടെ തോട്ട്സിന് കുറച്ചൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ നാക്കിൽ ആ ക്ലാരിറ്റി വരുമല്ലോ. നമ്മൾ ആകെ മൊത്തം വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് നമ്മൾ പറയുന്നത് എന്നുള്ളതിന് ക്ലാരിറ്റി കുറവുണ്ടായിരിക്കാന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ചിന്തയിലൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ വർത്തമാനത്തിലെ ക്ലാരിറ്റി വരുമല്ലോ. ശരിയായിരിക്കും. കാരണം നമ്മളിങ്ങനെ പല പല കൺഫ്യൂഷൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇടയ്ക്ക് ബ്രേക്ക് ആയി പോകുന്നത്. അപ്പൊ അതെനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നി ഐശ്വര്യയുടെ ആ കാര്യത്തില്. കാരണം ഞാൻ അത് പറയുകയും ചെയ്തു, വളരെ ചുമ്മാ വെറുതെ പറയുകയല്ല, അതെനിക്ക് സീരിയസ്ലി ഫീൽ ചെയ്തൊരു കാര്യമാണ്. ക്ലിയർ ആയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ അല്ലെ ഐശ്വര്യനെ നോക്കിയാൽ ഒരു ഐശ്വര്യയുടെ ഒരു വോയിസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും പക്കയാണ്. ഇവിടെ തുടങ്ങി അവിടെ നിർത്തും അല്ലേ? ആരെങ്കിലും ഇത് പറയാറുണ്ടോ അങ്ങനെ? അങ്ങനെ ചോദിച്ചാ ഇതൊരു ടഫ് ക്വസ്റ്റൻ ആയല്ലോ. ക്ലാരിറ്റി ഓഫ് വാട്ട് വി സ്പീക്കിംഗ് അതിലെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ്സ് എടുക്കാൻ ഞാൻ അധികം ശ്രമിക്കാറില്ല. എനിക്ക് ഒരാളുടെ അടുത്ത് എന്താണോ അത് തന്നെയാണ് ഞാൻ അയാളുടെ അടുത്ത് പറയാറ്. ഞാൻ വേറെ ആളത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അറിയില്ല, ഞാൻ ഇങ്ങനെയാണ്. ആ ഒരു കാര്യം ഐശ്വര്യ ഇപ്പൊ പറഞ്ഞ കാര്യം വളരെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. കാരണം ഡബിൾ സ്റ്റാൻഡേർഡ്, കാരണം ഈ ദിവസങ്ങളിൽ ഐശ്വര്യയോട് സംസാരിച്ചു വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഡബിൾ സ്റ്റാൻഡേർഡ് എടുക്കാത്ത ഒരാളാണ്. കാരണം ഒരാളുടെ അടുത്ത് ഒരു കാര്യം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെയും വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ അവരെയും വിശ്വസിക്കുന്നുണ്ട്. കമ്മിറ്റ് ചെയ്യുന്നത് വരെയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ടൈമിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, നമ്മുടെ ടൈമിനെ അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പറഞ്ഞ വാക്ക് ഞാൻ മാറ്റാറില്ല. ഞാനത് കമ്മിറ്റ് ചെയ്തു അങ്ങനെ ചെയ്യണം അങ്ങനെയല്ല, അത് ശ്രമിക്കാറുണ്ട്. അതൊരു നമ്മളെല്ലാരും ചെയ്യുന്ന കാര്യമല്ലേ അത്. ഞാൻ സ്നേഹം എടുത്ത് ഇന്ന് ഇവിടെ 7 മണിക്ക് എത്തുന്നു പറഞ്ഞാല് എത്തിയപ്പോ 7:30 പക്ഷെ എന്നാലും എത്തി. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ചെറിയ എക്സ്ക്യൂസ് കൊടുക്കാം, നാട്ടിലേക്ക് വന്നതല്ലേ, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്കോട് ഇതൊക്കെ ഒരു ബേസ് എൻ്റെ ഒരു സാധാരണ സ്വഭാവത്തിന്റെ ഭാഗമാണ്. അല്ലാതെ ഞാൻ എഫേർട്ട് എടുത്ത് ചെയ്യുന്നതല്ല. ഇപ്പൊ ക്ലാരിറ്റി ആയിട്ട് ഞാൻ സംസാരിക്കണം, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കണം, ഇതിന് ഞാൻ എഫേർട്ട് ഇടുന്നൊന്നുമില്ല. എനിക്കത് നല്ലതാണോ മോശമാണോ എന്ന് എനിക്കറിയില്ല. ക്ലാരിറ്റി ഓഫ് നമ്മൾ സംസാരിക്കുന്നതിൽ ഓവർ ക്ലാരിറ്റി ആയാലും പ്രശ്നമാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ചില കാര്യം പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് ആളുടെ അടുത്ത് ഞാൻ പറയുന്നത് അയാളെ ഉപദ്രവിക്കാനായിരിക്കില്ല. പക്ഷെ വെറുതെ അനാവശ്യമായിട്ടുള്ള ഒരു പ്രതീക്ഷ ഒരാൾക്ക് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനുള്ള കാര്യം പറയുമ്പോൾ ആർക്കും അതത്ര ഇഷ്ടപ്പെടാതെ ഉള്ള പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലതാണോ മോശമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഐശ്വര്യ ഇപ്പോൾ പറഞ്ഞു ഒരുപാട് ആ ഒരു ക്ലാരിറ്റി നമ്മൾ അധികം കൊടുക്കുന്നത് മൂലം പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അതായത് പണ്ടുള്ളവർ പറയും നമ്മൾ അങ്ങോട്ട് കയറി അല്ലെ അധികം സംസാരിക്കാനും അല്ലെങ്കിൽ വേണ്ടത് മാത്രം കൊടുത്താൽ മതി, അധികം കൊടുത്താൽ എല്ലാം അമൃതാണെന്ന് അമൃതം വിഷമാണെന്ന് പറയുന്നത് പോലെ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ മെയിൻലി അങ്ങനെ തോന്നാൻ എന്താണ് കാരണം? അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻസിഡന്റ് ലൈഫിലുണ്ടായിട്ട്? എന്നോട് ഈ പഴയ ഇൻസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ടഫായിരിക്കും കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ പറയുകയാണെന്ന്. പക്ഷെ എനിക്ക് ഇന്ന് രാവിലെ ഞാൻ എന്താ കഴിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 5 മിനിറ്റ് ആലോചിക്കേണ്ടി വരും. എന്നോട് മുന്നേ നടന്നൊരു ഇൻസിഡന്റ് ആലോചിച്ചെടുത്ത് പറഞ്ഞാൽ ഭയങ്കര ടഫായിരിക്കും. ഇത് ഈ ഒരു ക്യാരക്ടർ കാരണം എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം വളരെയധികം സീരിയസ് കോൺവെർസേഷൻ ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോയില്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഞാനത് പറഞ്ഞു, എൻ്റെ ആ കാര്യം അവിടെ തീർന്നു. എൻ്റെ ഒപ്പം അത് സഞ്ചരിക്കാറില്ല. എൻ്റെ ബാക്കിൽ കുറെ ബാണ്ടക്കെട്ടുകളില്ല, ഞാനത് അവിടെ വെക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്കത് അതിൻ്റെ അതേ ഇൻറ്റൻസിറ്റിയോട് കൂടെ എനിക്കൊരു കാര്യം പിന്നീട് ഓർക്കാനായിട്ട് പറ്റില്ല. ഞാനും സ്നേഹിയും തമ്മിൽ ഇന്നൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നാളെ എനിക്ക് സ്നേഹനെ കാണുമ്പോൾ ചിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, സ്നേഹിക്ക് പറയാനുള്ളത് സ്നേഹ പറഞ്ഞു.
ഇന്നുണ്ടായ ആ അടിയും ആ ഇമോഷനും എനിക്ക് നാളെ ഓർമ്മയുണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് മുന്നേ ഉണ്ടായ ഇഷ്യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളും എനിക്ക് സംസാരിക്കുമ്പോഴേ എന്തൊക്കെയോ എനിക്ക് ലൈഫിൽ വലിയൊരാളോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. കാരണം ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇങ്ങനെ മറക്കാൻ സാധിക്കുവാണെങ്കിൽ ലൈഫ് എത്ര ഈസി ആയിരിക്കും അല്ലേ? ഇപ്പൊ ഉള്ള അതാണെങ്കിൽ ഈസി ആയിരിക്കും. ഇപ്പോ ഞാനും ഹസ്ബൻഡ് വിഷ്ണുവും കൂടെ ലൈഫിലുണ്ടായ ഒരു വലിയ അടിയായിരുന്നു ഞങ്ങളുടെ റിസപ്ഷൻ്റെ ടൈമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് ഞാനതെൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒരു 3-ാമത്തെ ദിവസമാണ് നമ്മുടെ ആദ്യത്തെ ദിവസം എൻ്റെ കല്യാണം, 2-ാമത്തെ ദിവസം എൻ്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു. 2-ാമത്തെ ദിവസം ഈവനിങ് വിഷ്ണുവിൻ്റെ വീട്ടിൽ റിസപ്ഷൻ ഉണ്ടായിരുന്നു. ആ റിസപ്ഷന് വിഷ്ണുവിന് റിലേഷൻഷിപ്സ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വിഷ്ണു പറയുന്നത്. അപ്പം അത് ഇത്രയും കാലം ഞാൻ വിശ്വസിക്കുന്നു. ഇനി അത് വിശ്വസിക്കേണ്ടാത്തൊരു ഘട്ടം വന്നാലും അപ്പം ഞാൻ പറയാം. അപ്പോൾ ഇപ്പം ഞാൻ അത് വിശ്വസിക്കുന്നു. അപ്പോൾ വിഷ്ണുവിൻ്റെ വിഷ്ണുവിൻ്റെ അനിയത്തിയാണുള്ളത്, പിന്നെ അമ്മ. അപ്പോൾ അവരൊന്നും അത്ര മേക്കപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അത്ര ഡ്രസ്സിങ്ങിൽ പറ്റി ചിന്തിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ എനിക്ക് എൻ്റെ കല്യാണം വന്നപ്പോൾ കല്യാണം കഴിച്ചിരുന്നത് മേക്കപ്പ് ചെയ്യാനാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ കാര്യമൊക്കെ. അപ്പോൾ വിഷ്ണുവിൻ്റെ അവിടുത്തെ റിസപ്ഷന് ഓൺ ടൈം റെഡി ആവാൻ എനിക്ക് പറ്റിയില്ല. അത് ഞാനല്ല മേക്കപ്പ് ചെയ്തിരുന്നത്. വിഷ്ണു റെഡിയായി വന്നപ്പോൾ നമുക്ക് ആകെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു 45 മിനിറ്റ് ആയിരുന്നു റെഡി ആവാൻ. 45 മിനിറ്റിൽ വെഡിങ് മേക്കപ്പിന് റെഡി ആവാൻ ഭയങ്കര ടഫാണ്. പക്ഷേ റെഡിയായി കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾക്ക് വിഷ്ണുവിൻ്റെ ഒരു ക്ഷമ നശിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഫംഗ്ഷന് കുറേ ആൾക്കാർ വരും. 5 മണിക്കായിരുന്നു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഓഡിറ്റോറിയത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഉണ്ടായിരുന്നു. 4:50 ആയപ്പോൾ ഞാൻ റെഡിയായി. പക്ഷെ എന്നാലും നമുക്ക് എല്ലാ ഗസ്റ്റ് വരുന്നതിൻ്റെ മുന്നേ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പുറത്തേക്ക് എത്തിയപ്പോൾ വിഷ്ണുവിൻ്റെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വിഷ്ണു കാർ എടുക്കുന്നു, ഡ്രൈവ് ചെയ്യുന്നു, ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എത്തുന്നു, വിഷ്ണു നടന്നു പോകുന്നു ഓഡിറ്റോറിയത്തിലോട്ട്. ഇത് ഏതോ 2nd ഫ്ലോറിലോ 3rd ഫ്ലോറിലാണോ ഹോള് വരുന്നത് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ബാക്കിൽ എനിക്ക് വലിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാനതൊക്കെ കയ്യിലെടുത്ത് പിടിച്ച് ഞാൻ പോയി. എനിക്ക് സ്റ്റേജിൽ നിന്നിട്ട് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഞാൻ കല്യാണം കഴിച്ചത് ഒരു റൈറ്റ് പേഴ്സണെ ആണോ, ഇത് ഞാൻ ശരിയാണോ എൻ്റെ ജീവിതത്തിൽ ചെയ്തത്. കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ കരച്ചിലൊന്നും വന്നിട്ടില്ല. കാരണം ഞാൻ +2 തൊട്ടിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ കല്യാണം കഴിക്കുന്നത് ഒരാളുടെ ജീവിതത്തിൽ ചെയ്യുന്നൊരു കാര്യം. നമ്മൾ കല്യാണം കഴിച്ച് പോകുന്നു അങ്ങനെയൊന്നുമില്ല. 2 ഫാമിലികൾ തമ്മിൽ ചേരുന്നത് പോലെയാണ് നമ്മുടെ നാട്ടിലെ കല്യാണമെങ്കിൽ ഞങ്ങൾ 2 പേരും കൂടെ ചേർന്നാണ്. വിഷ്ണുവും എഡ്യൂക്കേറ്റഡ് ആണ്, വർക്കിംഗ് ആണ്. ഞാനും എഡ്യൂക്കേറ്റഡ് ആണ്, ഞാനും വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ അത് കല്യാണം കഴിച്ച് പോകുന്നു വരുന്നു ആ കോൺസെപ്റ്റ് ഒന്നും എനിക്കില്ലാത്തതുകൊണ്ട് വിഷ്ണു കരയാത്തതുകൊണ്ട് ഞാനും കരഞ്ഞില്ല. അപ്പോൾ പക്ഷെ അന്നൊരു ദിവസം അമ്മയും അച്ഛനും റിസപ്ഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ എടുത്ത ഒരു ഡിസിഷൻ തെറ്റായോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് സ്റ്റേജിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ആ സ്റ്റേജിൽ കുറച്ചേരം നിന്നതെന്നുള്ളത് എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഞാനിങ്ങനെ സൈഡിൽ വെച്ച സ്ക്രീനൊക്കെ നോക്കി കണ്ണിൽ നിന്ന് വെള്ളം വരാതെ ഒക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. വിഷ്ണു സ്റ്റേജിൽ നിന്ന് എൻ്റെ അടുത്ത് സോറി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായത് കാരണം എനിക്ക് സോറി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രാത്രി വന്ന് കിടന്നുറങ്ങി അടുത്ത ദിവസത്തേക്ക് ഞാൻ മറന്നു. ആ ഒരു ഇന്റൻസിറ്റിയോട് കൂടെ അത് ഓർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് അവിടുന്ന് ബിഗിൻ ചെയ്തത്. പക്ഷെ ചുമ്മാ ഞങ്ങളത് അങ്ങോട്ട് മറന്ന് അങ്ങനെ എല്ലാം അങ്ങോട്ട് വിട്ട് കളയുകയാണെങ്കിൽ നമുക്ക് ഒരു വിലയുണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ സംസാരിച്ചായിരുന്നു എനിക്ക് വന്ന കാര്യം. അപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു ഒരിക്കലും എൻ്റെ അടുത്ത് വിഷ്ണുവിൻ്റെ അടുത്ത് അത് റിപ്പീറ്റ് ആവില്ല, അത് ഉറപ്പുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ കാര്യം പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുക. പക്ഷെ അത് 2019 ഫെബ്രുവരി 4 നടന്നൊരു കാലമാണ്. ഇപ്പോൾ ഇന്ന് എത്രയാണ്? ഓഗസ്റ്റ് 20, 2021 അല്ല ഓഗസ്റ്റ് 21. ഓഗസ്റ്റ് 21 2024 നമ്മൾ ഇരിക്കുന്നവരെ വിഷ്ണു അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അന്ന് എനിക്കത് മറക്കാൻ പറ്റിയതുകൊണ്ടാണ് ഞാൻ പർപ്പസ്ലി മറന്നതല്ല. അടുത്ത ദിവസം രാവിലെ എണീറ്റപ്പോൾ കല്യാണത്തിന്റെ സെലിബ്രേഷൻ ഒക്കെ ആയിട്ട് വീട്ടിലെല്ലാവരും നടക്കുന്നു, ഗസ്റ്റ് ഒക്കെ വരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാനത് അങ്ങോട്ട് വിട്ടു. അതേ ഇന്റൻസിറ്റിയോട് കൂടെ ഓർക്കാൻ. അതേപോലെ തന്നെയാണ് എനിക്ക് മെജോറിറ്റി ഓഫ് കാര്യങ്ങളും പല കാര്യങ്ങളും ഇന്റൻസിറ്റിയോട് കൂടെ എനിക്ക് ഓർക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് എനിക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണോ ഈസി ആയിട്ടുള്ള ആളാണ്? കാരണം ആ ഒരു ഡിസിഷൻ തെറ്റായി പോയോ ശരിയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നെന്ന് പറഞ്ഞു. ശരിയാണ്, എല്ലാവർക്കും ലൈഫിലുണ്ടാവും. പക്ഷേ ഇത്രത്തോളം ഇപ്പോൾ ഒരു ഏജ് ഇത്രത്തോളം ആയി കഴിയുമ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് വളരെ ഈസി ആയിട്ടുള്ള ഒരാളായിരുന്നു, ടഫായിട്ടുള്ള ഒരാളായിരുന്നു? ഡിസിഷൻ മേക്കിംഗ് എനിക്ക്
പൊതുവേ എളുപ്പമാണ്. കാരണം ഇപ്പോൾ ഡിസിഷൻ എടുക്കാൻ പറഞ്ഞ ഇപ്പം ഞാൻ എടുക്കും. ഒരാളുടെ ഇത് ശരിയാവണമെന്നൊന്നുമില്ല. ഒന്നും വേണ്ട അല്ലേ, നമുക്ക് സ്വന്തമായിട്ട്. ഞാൻ എടുക്കുന്ന ഡിസിഷനിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ആ ഡിസിഷൻ കൊണ്ട് എനിക്ക് നല്ലത് വരുന്നൊന്നുമില്ല. ചിലപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. പക്ഷെ റിഗ്രറ്റ് തോട്ട്സ് എനിക്ക് പൊതുവേ കുറവാണ്. റിഗ്രറ്റ്സ് എനിക്ക് അങ്ങനെ വരാറില്ല. ഈ പറഞ്ഞതുപോലെ ഒരാൾക്ക് റിഗ്രറ്റ് എപ്പോഴാണ് വരിക? നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു തെറ്റ്, ഞാൻ അങ്ങനെ ആരും ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യണമെന്ന് ആരെങ്കിലും നിർബന്ധിച്ചാലും ഞാൻ ചെയ്യില്ല. അതല്ലാതെ എൻ്റെ ജീവിതത്തിന് എഫക്റ്റ് ചെയ്യുന്ന ഡിസിഷൻസ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാളി പോയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിടത്തുനിന്നൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോരോ ബാഡ് ഇൻസിഡൻസ് തന്നെയാണ് എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് കുറച്ചായിട്ട് ഡിസിഷൻസ് കുറച്ച് നന്നായിട്ട് എടുക്കുന്നത്. പക്ഷെ അതിനെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഞാൻ മുന്നേ എടുത്ത ബാഡ് ഡിസിഷൻസ് തന്നെയാണ്. നമ്മൾ ജീവിതത്തിൽ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്, റാദർ ദാൻ അത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ച് നിൽക്കുന്നതിനേക്കാളും. ആരും ജനിക്കുമ്പോൾ റൈറ്റ് ഡിസിഷൻ എടുത്തുകൊണ്ട് ജനിക്കില്ലല്ലോ. ചിലവർക്ക് അത്ര കഴിവുള്ളവരുണ്ട്, എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ കുറേ തെറ്റായിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ട് ആണ് ഇപ്പോഴും ഡിസിഷൻസ് എടുക്കുമ്പോൾ തെറ്റുന്നുണ്ട്. പക്ഷെ എനിക്കിതൊരു പേടിയില്ല അത് തെറ്റിപ്പോകുമോ എന്നുള്ളത്. എൻ്റെ ഡിസിഷൻ എൻ്റെ ലൈഫിനെ മാത്രം എഫക്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ അത് ഞാൻ എടുക്കും. ഇങ്ങനെ ഡിസിഷൻ എടുത്തിട്ട് ഏറ്റവും വലുതായിട്ട് തെറ്റിപ്പോയ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടോ? ഇപ്പോഴും ആലോചിക്കുമ്പം റിഗ്രറ്റ് ഇല്ലെങ്കിൽ പോലും ഓക്കെ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? എഞ്ചിനീയറിങ് ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഒരാവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. കുറെ പൈസയും സമയവും കളഞ്ഞു എന്നല്ലാതെ വലിയൊരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അത്ര കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷെ +2 കഴിഞ്ഞപ്പോഴേ ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങോ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സിന് പോകാനാണ് താല്പര്യം എന്നുള്ളത്. പക്ഷെ എൻ്റെ ഫാമിലി, അമ്മയും അച്ഛനും, അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അനിയത്തി, അച്ഛൻ്റെ ചേട്ടനും, അമ്മയുടെ സൈഡിലും എല്ലാവരും ടീച്ചേഴ്സാണ്. അപ്പോൾ മാർക്കും പഠിത്തവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിനൊക്കെ 2012 എൻ്റെ പോലത്തെ ഫാമിലിയിൽ നിന്ന് ഒരാൾ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. എന്നാലും എൻ്റെ കാര്യം ഞാൻ മാക്സിമം ട്രൈ ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു സ്വഭാവമുണ്ട്. എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ ഭയങ്കരമായിട്ട് എതിർത്തും കൊണ്ട് എനിക്കൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല. കുറേ ഷോ കാണിക്കും എതിർക്കുന്ന പോലെയൊക്കെ, പക്ഷേ അവരെ വല്ലാണ്ട് ധിക്കരിച്ച് എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ SCMSൽ ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് ചേരുന്നത്. എനിക്ക് ഫിസിക്സിലാണ് +2 A+ പോകുന്ന ഒരു സബ്ജക്റ്റ്. ബാക്കിയെല്ലാം ഞാൻ അത്യാവശ്യം പഠിക്കുന്ന ഒരാളായിരുന്നു. അത് പോകാൻ കാരണം സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഉണ്ടായിരുന്നു. അതെനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കിയ ഒരു ചാപ്റ്റർ ആയിരുന്നു. പിന്നെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എടുത്തപ്പോഴാണ് മനസ്സിലായി ആ ചാപ്റ്ററാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബേസ് എന്നുള്ളത്. പിന്നെ മാറാനൊക്കെ ശ്രമിച്ചു, നടക്കില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത്ര പൈസയൊക്കെ കൊടുത്ത് ചേർന്നല്ല വെച്ച് ഇരുന്ന് പഠിച്ചു, പാസ്സായി. പക്ഷേ കുറച്ചു കാലം ഞാൻ വർക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കോഴ്സ് കഴിഞ്ഞ ഉടനെ ഞാൻ ബൈജൂസിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബൈജൂസിന് എനിക്ക് കിട്ടിയ ആകെ ഒരു മുതലാണ് അവിടെ സൈഡിലിരിക്കുന്നത്. അപ്പോൾ ബൈജൂസിന് ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. ബൈജൂസിൽ കുറച്ചെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഫുള്ള് മാനേജ്മെന്റ് സെക്ടറിലാണ് വർക്കിംഗ് ഉണ്ടായിരുന്നത്. എനിക്ക് എഞ്ചിനീയറിംഗിൻ്റെ ആവശ്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അന്നേ തീരുമാനിച്ചതായിരുന്നു ഒരിക്കലും ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യില്ല. കാരണം എനിക്കൊരു ടെക്നിക്കലി ഒരു കാര്യം പഠിച്ചെടുക്കുക അല്ലെങ്കിൽ ടെക്നിക്കലി ഞാനൊരു കാര്യം ചെയ്യുക എന്നുള്ളത് എനിക്ക് കുറച്ചധികം ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അന്നേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ടെക്നിക്കലി എത്ര കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നെതർലൻഡ്സിലെത്തി കഴിഞ്ഞപ്പോൾ ഒന്നെങ്കിൽ ഭാഷ അറിയണം അല്ലെങ്കിൽ ടെക്നോളജി അറിയണം ജോലി കിട്ടാൻ. ഭാഷ പഠിക്കാൻ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ പിന്നെ കുത്തിയിരുന്ന് കുറച്ച് പഠിച്ചത് ടെസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും. എന്നിട്ട് ഞാൻ വർക്ക് ചെയ്ത് ഇലക്ട്രോണിക്സിൽ തന്നെയായിരുന്നു ഒരു 2.5 കൊല്ലത്തോളം. എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരുമല്ലോ. അത്രേ ഉള്ളൂ. ഇപ്പൊ ഐശ്വര്യ പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്നു. കാരണം എനിക്ക് +2 ഏറ്റവും കുറവ് ഫിസിക്സ് ആയിരുന്നു. എന്നിട്ട് ഞാൻ ഡിഗ്രി MSc എല്ലാം ഫിസിക്സ് ആണ് പഠിച്ചതാണ്. അപ്പം എനിക്ക് പലപ്പോഴും തോന്നിട്ടുണ്ട് നമ്മുടെ ആ കാലഘട്ടത്തിൽ ഇപ്പൊ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഡിസിഷൻ എടുക്കാൻ നമുക്ക് പറ്റും. പക്ഷെ ഈ കരിയർ, മാരേജ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പലതും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അല്ലെ. നമ്മുടെ ഇഷ്ടങ്ങൾ കുറച്ചൊന്ന് മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ അത് ഞാൻ കരിയറിൽ മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ. അപ്പൊ അതൊരു എപ്പോഴും തോന്നിയിട്ടില്ലേ? കാരണം നമ്മൾ അതിൽ കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. കാരണം ഇപ്പോൾ ഉള്ള ജനറേഷനിലുള്ള കുട്ടികളെ നോക്കുമ്പോഴത്തേന് അവർ കുറെ കൂടെ
മറ്റേ എന്താ പറഞ്ഞ പേരൻസിനെ ധിക്കരിക്കാനും അത് ആക്ച്വലി ധിക്കാരമല്ല, അത് അവരുടെ വഴി അവർ സ്ട്രോങ് ആയിട്ട് തിരഞ്ഞെടുക്കും. പക്ഷെ നമുക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര റെസ്പെക്ട് ആണ് തോന്നുന്നത്. കാരണം അവരുടെ വഴി അവർ തെരഞ്ഞെടുത്ത്. പക്ഷെ മാറ്റങ്ങൾ നമുക്ക് മാത്രമല്ല, നമ്മുടെ ജനറേഷനെ പറ്റി സംസാരിക്കുന്നതിന്റെ ഒപ്പം തന്നെ മാറ്റങ്ങൾ നമ്മുടെ പേരൻസിനും ഉണ്ട്. കാരണം അന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത്ര എക്സ്പോഷറേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അച്ഛനും അമ്മയും സ്കൂളിൽ പോയിട്ട് മാത്സും കെമിസ്ട്രിയും പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. ഞാനാണ് ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ എനിക്ക് ഇതിന് പോകണമെന്ന്, ഫാഷൻ ഡിസൈനിങ്ങിന് പോകണമെന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാവുന്നതിന് അവരെ നമുക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ബെസ്റ്റ് തന്നെയാണ്, എനിക്ക് നല്ലത് വരുന്നുള്ളത് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് മുഴുവൻ. അപ്പോൾ അതൊരു അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഒരു 17 വയസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഡിസിഷനിൽ ഒരു തെറ്റ് പറ്റരുത് എന്ന് വിചാരിച്ച് അവരതിലോട്ട് വന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പം ഇത്ര കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പോയ വഴിയും ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ടും ഞാനിപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടും ഞാനിപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ ഒരു പാത്തും ഒപ്പം ബാക്കി നമ്മുടെ ജനറേഷനിലുള്ള എല്ലാവരുടെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും മാറിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ അനിയൻ്റെ കാര്യങ്ങളിൽ അവർ വല്ലാതെ അഭിപ്രായം പറയാറില്ല. അവനാണ് അവനെന്ത് പഠിക്കണം, അവനെന്ത് ചെയ്യണം എന്നുള്ളത്. അത് കുട്ടികൾ സ്ട്രോങ് ആവുന്നത് മാത്രമല്ല, പേരൻസിന് കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നതുമാണ്. ഇതിനൊരു വലിയ കാര്യം സോഷ്യൽ മീഡിയ തന്നെയാണ്. മുന്നേ നമ്മൾ കാണുന്നത് നേരിട്ട് കാണുന്ന കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ കൂടെ ഇപ്പം നമ്മൾ ലോകത്തിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അറിയുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെ തന്നെ ആൾക്കാരുടെ ഡ്രസ്സിങ് ഒരുപാട് മാറിയിട്ടില്ലേ? ഈ നേരത്തെ പറഞ്ഞതുപോലെ ജഡ്ജ് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ ഒരുപാട് മാറിയിട്ടില്ലേ? അതിനൊക്കെ ഒരു കാര്യം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒതുങ്ങി നിൽക്കാതെ കുറേ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഒരു നെഗറ്റീവ് പറയുന്നത് പോലെ തന്നെ ഒരു പോസിറ്റീവാണത്. നമുക്ക് വീട്ടിലിരുന്നും കൊണ്ടും ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളിലെയും എക്സ്പോഷർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പേരൻസും മാറിയിട്ടുണ്ട്, കുട്ടികളും മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ല മാറ്റമാണത്. ഇപ്പം നമ്മൾ ഐശ്വര്യയുടെ കുറേ വീഡിയോസ് ഞാൻ കണ്ടുണ്ട്. അപ്പോൾ ഐശ്വര്യ തന്നെ പറഞ്ഞൊരു കാര്യം എനിക്ക് കടമെടുത്ത് ഇവിടെ സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതായത് എനിക്ക് അങ്ങനെ എളുപ്പത്തിലൊന്നും കിട്ടിയിട്ടില്ല എന്ന് ഐശ്വര്യ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അങ്ങനെ പറയണമെങ്കിൽ അതിന് പിന്നിൽ ഒരു തക്കതായ കാരണം കാണും അല്ലേ? അപ്പൊ അങ്ങനെ ഒരു പ്രയോഗം എനിക്ക് അങ്ങനെ എളുപ്പത്തിലൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇത്രയും നാളിനിടയ്ക്ക് അങ്ങനെ ഒന്നും പറയണമെങ്കിൽ എന്താണ് അതിന്റെ പിന്നിലുള്ളൊരു റീസൺ? എനിക്ക് എളുപ്പമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളുടെ പിന്നിലൊക്കെ എൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട്. ഞാൻ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരാളല്ല. ഇപ്പോൾ തലേന്ന് പഠിച്ച് മാർക്കും കിട്ടുന്ന ഒരാളല്ല. എനിക്ക് മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാനിത് പഠിക്കണം. എൻ്റെ ലിമിറ്റേഷൻസ് എനിക്ക് അറിയുകൊണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ വില്ലിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എനിക്ക് ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ, എനിക്കൊരു ലോട്ടറി അടിച്ചിട്ടില്ല. എനിക്ക് വെറുതെ ഇരുന്ന് പഠിക്കാതെ മാർക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ചെറിയ ചെറിയ ഉടായ്പകളിലൂടെ ഒരു പൈസയും എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. ഞാൻ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ. അപ്പം നമുക്ക് തോന്നില്ലേ എനിക്ക് ലക്ക് ഫാക്ടർ ആണോ? പലരും പറയില്ലേ ലക്കാണെന്ന്. ലക്കല്ല, അവിടെ ഹാർഡ് വർക്കാണ്. നമുക്കൊരു കാര്യം വേണമെന്നുള്ള ആഗ്രഹവും അതിനോടുള്ള പ്രയത്നവും ആണ് നമ്മളെ എന്തെങ്കിലുമൊക്കെ ആക്കുന്നത്. കാരണം എൻഡ് ഓഫ് ദി നമ്മുടെ എല്ലാ ഒരു ആഗ്രഹം എന്ന് പറയുന്ന ഒരു സന്തോഷ സമാധാനമാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പീസ് അല്ലേ? അതുണ്ടെങ്കിൽ ഒന്നും വേണ്ട. അതെ. അപ്പൊ പക്ഷെ അത് ഉണ്ടാവാൻ വേറെ പലതും വേണം. അതെന്തൊക്കെയാണെന്നാണ് ഐശ്വര്യക്ക് തോന്നുന്നത്? കാരണം ഇപ്പൊ പറഞ്ഞതിനോട്ട് ഒന്നും കിട്ടാൻ എളുപ്പമല്ല. അതിൽ മെയിൻ എനിക്ക് തോന്നുന്നത് ഇത് തന്നെയായിരിക്കും അല്ലേ? ഹാപ്പിനെസ് ആൻഡ് പീസ് തന്നെയാണ്. അപ്പൊ അതിനു വേണ്ടി ഏതിലോട്ട് എനിക്ക് മനസ്സിലായില്ല. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് ഒന്നും കിട്ടാൻ എളുപ്പമല്ല. അതിൽ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം ചില കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴേക്കും അറ്റ് എൻഡ് ഓഫ് നമ്മൾ ഹാപ്പി ആവും, നമ്മൾ മടുത്തു പോകും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മടുത്തു പോകും. അപ്പൊ അതിനുവേണ്ടി ഐശ്വര്യ ലൈഫ് ഭയങ്കര ടഫായിരുന്നു, അതോ ഇതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്തു എന്നാണല്ലേ പറയുന്നത്? ഇല്ല, ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടെ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ചുറ്റുമുള്ള ആൾക്കാരെ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് ഭയങ്കരമായിട്ട്. പക്ഷെ ഞാൻ വളരെയധികം വിഷമിച്ച് എന്നെ അൺകംഫർട്ടബിൾ ആക്കി ഞാനൊരു കാര്യം ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണ്ടി സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാനൊരു ഫ്രസ്ട്രേറ്റഡ് സോളായിട്ട് മാറും. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ചുറ്റുമുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കാനോ എനിക്ക് സന്തോഷിക്കാനായിട്ട് പറ്റില്ല. നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഡിസിഷൻസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് സന്തോഷം കൊടുക്കാനായിട്ട് പറ്റും. നമ്മളിങ്ങനെ ഫർണസിലിടാതെ ചെയ്യുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്തിട്ടാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുക, അത് ചെയ്യുക. നമുക്ക് എവിടെ എത്തേണ്ടതെന്നുള്ളൊരു ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും ആ ഒരു ഹാർഡ് വർക്കും നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളോട് ചോദിക്കുക. ഇതുണ്ടെങ്കിൽ നമ്മളത് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. നമ്മളൊക്കെ എന്ത് കിട്ടുന്നു എന്ത് വരുന്നു എന്നുള്ളത് അത് വരും.
ഇന്ന് ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ ടഫായിട്ടാണ് ഇവിടെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പറയും എന്ത് ടഫായിരുന്നു, അതെന്തിനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ സന്തോഷത്തോടുകൂടെ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഞാനും എൽക്കയും കൂടെ പോയി ഡിന്നറൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് നിങ്ങൾ കിടന്നുറങ്ങും. അല്ലെങ്കിൽ എൻ്റെ മൂഡ് ഫുൾ ഭയങ്കര പോക്കായിരിക്കും, ഞാൻ റൂമിൽ പോയി അടച്ച് കിടന്നുറങ്ങേണ്ടി വരും. അപ്പോൾ എപ്പോഴും നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും പറ്റണമെന്നില്ല, ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ ഓരോന്നാണ്. പക്ഷെ എന്നാലും നമ്മളെ ഫർണസിലിടാത്ത രീതിയിൽ നമ്മളെ കൊണ്ടുപോവുകയാണ്, നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആക്കി നമ്മളെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ശാന്തി സമാധാനം ഒക്കെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്നെ ഭയങ്കര ഇങ്ങനെ ആക്കാറില്ല, ഞാൻ എന്നെ കുറച്ച് ഇങ്ങനെയാണ് കൊണ്ടുപോകാറ്. അപ്പോൾ അതിൻ്റെ ആയിരിക്കണം. ഇപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ലൈഫാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞു. എനിക്ക് അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് വിഷ്ണു ഓഫ് കോഴ്സ് കാണും. കാരണം എല്ലാ വീഡിയോയിലും നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ആ ഒരു വിഷ്ണുവിനെ പറ്റിയാണ് ഒരുപാട് സംസാരിക്കാറുള്ളത്. എന്റെ ലൈഫ് ഈസി ആക്കിയ ഒരാൾ വിഷ്ണുവാണ്. അപ്പൊ വിഷ്ണുവിനെ പറ്റി ഒരുപാട് സംസാരിക്കാറുണ്ട്. ഇപ്പൊ ഒരു 1 മില്യനൊക്കെ നമ്മൾ ആ ഒരു വീഡിയോ കണ്ടിരുന്നു. അത്ര എക്സൈറ്റഡ് ആണ്, വിഷ്ണു ആണ് എനിക്ക് ഇങ്ങനെ ആ ഒരു സമയത്ത് ഒരു സപ്പോർട്ടായിട്ട് കൂടി നിന്നത്. അപ്പം ഐശ്വര്യയുടെ എല്ലാ വീഡിയോസിലും പറയാനുണ്ട് എനിക്ക് തുടക്കം മുതലേ സപ്പോർട്ട് തന്നിരുന്ന ഒരാൾ വിഷ്ണു ആണ്, എന്റെ എല്ലാ കാര്യങ്ങൾക്കും വിഷ്ണു ആണ് കൂടെ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു സക്സസ് പോലും ഐശ്വര്യ സ്വയം എടുക്കുന്നില്ല, അത് വിഷ്ണുവിന് ക്രെഡിറ്റ് കൊടുക്കുകയാണ്. അപ്പൊ സ്വയം അത് ക്ലെയിം ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു എല്ലാം വിഷ്ണു കാരണമാണ്, അല്ലെങ്കിൽ വിഷ്ണുവിനാണ് എല്ലാ ക്രെഡിറ്റും ഗോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ആണ് അല്ലെ. കാരണം നമുക്കൊരു ചെറിയ കറക്ഷൻ ഉണ്ട്, ഞാൻ എല്ലാ ക്രെഡിറ്റും വിഷ്ണുവിന് കൊടുത്തിട്ടില്ല. പക്ഷെ ഒരു നല്ല ശതമാനം ക്രെഡിറ്റ് വിഷ്ണുവിന് കൊടുത്തു. വിഷ്ണു എന്നെ സപ്പോർട്ട് ചെയ്യുക മാത്രം, ഞാൻ ഒന്നും ചെയ്യാതെ ജീവിതത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഒന്നും ആവില്ല. ഞാൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോഴും വിഷ്ണു എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ കാര്യങ്ങൾ ചെയ്യുമ്പോഴുമാണ് അത് വിഷ്ണുവിൻ്റെ ലൈഫിലും വിഷ്ണു ചെയ്യുന്ന കാര്യങ്ങളോട് ഞാൻ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ആവുന്നത്. അപ്പോൾ ആരുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ ക്രെഡിറ്റും നമുക്ക് ആർക്കും മുഴുവനായിട്ട് കൊടുക്കാൻ പറ്റില്ല. അത് ഒരു നേരത്തെ പറഞ്ഞതുപോലെ പാർട്ട്ണർഷിപ്പാണ്. ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിഷ്ണു എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വിഷ്ണുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ വിഷ്ണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്രെഡിറ്റും അല്ല, പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളുടെയും മോശം കാര്യങ്ങളുടെയും പകുതി ക്രെഡിറ്റ് വിഷ്ണുവിന് കൊടുക്കുന്നുണ്ട്, വിഷ്ണു അതേപോലെ എനിക്ക് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ പകുതി ക്രെഡിറ്റ് പകുതിന്ന് ഞാനൊരു കണക്ക് പറഞ്ഞതല്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആസ് എ പാർട്ട്ണർ നമ്മൾ അവരെയും കൂടി ഇന്ന് കൺസിഡർ ചെയ്ത് നമ്മുടെ ഒരു സക്സസിലൊക്കെ അവരെ ഇങ്ങനെ ചേർത്ത് നിൽക്കുന്നത് അതൊരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ്. ചിലപ്പോൾ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് ജെനുവിനായിട്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ഒരു സക്സസിൽ നമ്മുടെ ഒരു പാർട്ട്ണറെ കൂടെ ചേർത്ത് പിടിക്കാൻ പറ്റില്ല. ചിലർക്ക് വേണമെങ്കിൽ പറയാം, എത്രയോ പേര് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആള് ജസ്റ്റ് സജസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ കൂടെ നിന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് വിഷ്ണുവിനെ എപ്പോഴും ചേർത്ത് പിടിക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. ആക്ച്വലി അതൊരു പാർട്ട്ണറിന്റെ ഒരു ലോയൽറ്റി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആസ് എ പാർട്ട്ണർ ഇത്രത്തോളം ഒരു ലോയലായിട്ട് വിഷ്ണുവിനിരിക്കും. കാരണം തുടക്കത്തിലൊക്കെ കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത്രയും തുടക്കത്തിൽ കുറച്ചധികം പ്രശ്നം ഉണ്ടായില്ല, ഒരൊറ്റ പ്രശ്നം. അപ്പൊ അങ്ങനെ ഇരിക്കാൻ, അപ്പൊ ഇത്രയും ലോയലായിട്ടിരിക്കും, ഇത്രയും ഒരു സ്നേഹത്തോടെയൊക്കെ ഇരിക്കാൻ എന്താണ് അതിനൊരു എന്തെങ്കിലും ഒരു സക്സസ് പത്രയോ എന്തെങ്കിലും ഒരു മാജിക് ഒക്കെ ഉണ്ടോ? ലോയലായിട്ട് ഇരിക്കുന്നതും നമ്മൾ സപ്പോർട്ടീവായിട്ട് ഇരിക്കുന്നതും രണ്ടാണ്. അധികം മാരീഡ് ലൈഫിൽ പല ആൾക്കാരും ലോയൽ തന്നെ ആയിരിക്കും, എനിക്ക് തോന്നുന്നില്ല. പക്ഷെ രണ്ടാണ്, ലോയൽ ആൻഡ് സപ്പോർട്ട് എന്നുള്ളത്. ലോയൽ ആയതുകൊണ്ട് സപ്പോർട്ടീവ് ആവണം എന്നില്ല, സപ്പോർട്ടീവ് ആയതുകൊണ്ട് ലോയൽ ആവണം എന്നില്ല തോന്നുന്നു. നമ്മുടെ സക്സസ് മന്ത്ര അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഭയങ്കര ടഫായി പോട്ടോ. ഞങ്ങള് സ്റ്റിൽ യങ് കപ്പിൾ തന്നെയാണ്, 5.5 കൊല്ലമായിട്ടുള്ള. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് വലിയൊരു കാര്യം. എപ്പോഴെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് അയാളിൽ നിന്നോ എൻ്റെന്നോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അയാളെന്ന് ഉദ്ദേശിച്ചത് വിഷ്ണുവിനെ അല്ല, ഞാൻ പൊതുവേ പറയുമ്പോൾ പറയില്ലേ. അപ്പൊ വേണ്ട, ഞങ്ങളുടെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് വിഷ്ണുവിൻ്റെന്നോ വിഷ്ണുവിന് ഒരു ബുദ്ധിമുട്ട് എൻ്റെന്നോ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തുറന്ന് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ വിഷ്ണുവിന് വലുതായിട്ട് തോന്നിയ ഒരു ബുദ്ധിമുട്ടായിരുന്നു. എനിക്കെപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അങ്ങോട്ട് ചെന്ന് സോൾവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. വിഷ്ണു എൻ്റെ അടുത്ത് വന്ന് സോൾവ് ചെയ്യാണ് എപ്പോഴും ചെയ്യാറ്. കാരണം വീട്ടിൽ സൈലൻസ് വിഷ്ണുവിന് ഇഷ്ടമല്ല. പിന്നെ 2 പേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ കാര്യമായിട്ടൊരു പ്രശ്നമില്ലെങ്കിൽ എന്തിനാണ് നമ്മളൊരു അരമണിക്കൂറിൽ കൂടുതൽ മിണ്ടാതിരിക്കുന്നത്? ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുകൊണ്ടാണ്, പിന്നെ എന്നോടുള്ള സ്നേഹവും കൊണ്ടാണ് വിഷ്ണു എൻ്റെ അടുത്ത് വന്ന് സോൾവ് ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ട് പോയി സോൾവ് ചെയ്യാത്തത് എൻ്റെ ഈഗോ കാരണമാണ്.
വിഷ്ണു എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുന്നേ പറഞ്ഞായിരുന്നു, എല്ലാ തവണയും വിഷ്ണു വന്ന് സോൾവ് ചെയ്യുമ്പോൾ വിഷ്ണുവിന് അതൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്നുള്ളത്. അത് ഏതൊരാൾക്കാണെങ്കിലും തോന്നും. എല്ലാ തവണയും റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരാൾ വന്ന് കയ്യും കാലും പിടിച്ച് സോൾവ് ആക്കണം എന്നുണ്ടെങ്കിൽ എനിക്കെന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരാ എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം. അത് വിഷ്ണു പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. വിഷ്ണുവിന് തോന്നിയ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ടൊരു 3 മാസമായി. 3 മാസത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാനാണ് സോൾവ് ചെയ്തിട്ടുള്ളത്. എനിക്കത് വരില്ല ഉള്ളുന്ന്. ആദ്യത്തെ കുറച്ച് സമയമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങോട്ട് എണീറ്റ് പോയി എന്താണ് വിഷ്ണു പ്രശ്നം സോൾവ് ചെയ്യണ്ടേ എന്നുള്ള സോറി എന്നുള്ളതൊന്നും എനിക്കിങ്ങോട്ട് വരില്ല. പക്ഷെ എന്നാലും ഇപ്പം എനിക്കത് ഈസി ആയിട്ട് വരും. അതൊരു 1 മാസമേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും എങ്ങനെയാണ് ഒരു എപ്പോഴും നമ്മുടെ ഇടയിൽ ഒരു പ്രശ്നം ഒരാൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് തുറന്ന് സംസാരിക്കാറുണ്ട്. മറ്റാൾ മാറാൻ വേണ്ടി റെഡി ആവാറുണ്ട്. കമ്മ്യൂണിക്കേഷനും മറ്റൊരാളുടെ ഇമോഷൻ കൺസിഡർ ചെയ്യുകയാണ് നമ്മൾ കൂടുതൽ ചെയ്യാറ്. അല്ലാതെ അങ്ങനെ ഒരു മന്ത്രം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നമ്മൾ ഈഗോ കുറച്ചൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടല്ലേ, അത് തന്നെയായിരിക്കും എനിക്ക് റിലേഷൻഷിപ്പ് കമ്മ്യൂണിക്കേഷൻ, ഈഗോ ഒന്ന് കുറയ്ക്കുക. വിഷ്ണു എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഈഗോ കാരണം ഒരു മനുഷ്യനും ഇന്നേ വരെ ഒന്നും നേടിയിട്ടില്ല, നഷ്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. അത് ശരിയാണ്. ഞാൻ കുറേയൊക്കെ ഈഗോ ഉള്ള ഒരാളായിരുന്നു, കോംപ്ലക്സ് ഉള്ള ഒരാളായിരുന്നു, ഷോ ഓഫ് ഉള്ള ഒരാളായിരുന്നു. എന്നെ കുറേ അല്ല, ആ ഒരു കാര്യത്തിൽ ഞാൻ മെജോറിറ്റി ഓഫ് ക്രെഡിറ്റും വിഷ്ണുവിന് കൊടുക്കും. ഞാൻ മാറി എന്നുള്ള ക്രെഡിറ്റ് എനിക്കും തരും. അതിൽ ഞാൻ മാറ്റിയത് തന്നെയാണ്. ഇപ്പോഴും ഞാൻ മാറാൻ വില്ലിങ് ആണ്. മാറാൻ വില്ലിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ആരെന്ത് വന്ന് പറഞ്ഞാലും ഞാൻ മാറാൻ വില്ലിങ് ആണെന്നല്ല. ഞാൻ ചെയ്യുന്നൊരു തെറ്റാവുന്നത് എനിക്ക് തെറ്റാണെന്ന് തോന്നുമ്പോഴാണ്. അതെനിക്ക് ഒരാൾ സംസാരിച്ചിട്ട് എനിക്കത് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മാറാൻ വില്ലിങ് ആണ്. അങ്ങനെ വിഷ്ണു, അതായത് ഇപ്പൊ പറഞ്ഞു ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വിഷ്ണു പറഞ്ഞു തന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ കാണുമല്ലോ. കാരണം കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴത്തേന് നിങ്ങളുടെ ഒരു സ്പേസിൽ ഇരുന്നിട്ട് എന്തായാലും സംസാരിക്കുമല്ലോ. കാരണം അവിടെയൊക്കെ ആകുമ്പോഴത്തേന് നമ്മളത് ഒരു പാർട്ട്നേഴ്സിനിടയ്ക്ക് വേണം. ഒരു കുറച്ചു നേരം നമ്മളായിട്ടുള്ള ടൈം നമ്മൾ കണ്ടെത്തി സംസാരിക്കണം, ഒരു ക്വാളിറ്റി ടൈം. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ വിഷ്ണു നമ്മൾ ആസ് എ പാർട്ട്ണർ പറഞ്ഞു തരുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. വിഷ്ണു ടീച്ചറൊന്നും അല്ല, അങ്ങനെയല്ല. എന്നാലും ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. കാരണം നമ്മൾക്ക് അതൊരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ്. കാരണം ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്താൽ നല്ലതായിരിക്കും, ബെറ്റർ ആയിരിക്കും എന്നൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ഒന്നൊന്നൊക്കെ ആയിട്ട് എടുത്ത് ചോദിച്ചാൽ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇപ്പൊ ഓരോന്നായിട്ട് ചോദിച്ചാൽ ഇപ്പൊ എന്താ, അങ്ങനെ ഒന്നും എനിക്കറിയില്ല. പല കാര്യങ്ങളും മാറിയിട്ടുണ്ടായിരിക്കാം. വിഷ്ണു മാറിയിട്ടുണ്ട്. വിഷ്ണുവിന് ക്ഷമ വളരെ കുറവാണ്. വിഷ്ണു ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഫാനൊക്കെ ഇട്ടിട്ടൊന്ന് തിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2-3 തവണ തിരിച്ചിട്ടും ശരിയായില്ലെങ്കിൽ വിഷ്ണു അപ്പൊ ദേഷ്യം വരും. അത് ഞാൻ പറഞ്ഞതിന് ശേഷം വിഷ്ണു മാറിയിട്ടുള്ള ഒരു കാര്യമാണ്. ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നല്ലേ? ക്ഷമ കുറവാണ്, ദേഷ്യമില്ല, ക്ഷമ കുറവാണ്. ഈ ഒരു ലൈറ്റ് ഇപ്പോ സ്നേഹയുടെ മുഖത്തോട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ 2-3 തവണ സെറ്റ് ചെയ്തിട്ട് ശരിയല്ലെങ്കിൽ വിഷ്ണുവിന് പിന്നെ പറ്റില്ല. അപ്പൊ അത് വിഷ്ണു ഇംപ്രൂവ് ചെയ്തൊരു കാര്യമാണ്. അപ്പൊ ദേഷ്യം വന്നത് ചെയ്യാതെ ഇരിക്കുന്നത്. ഷോർട്ട് ടെമ്പേർഡ് അല്ല, ക്ഷമ കുറവാണ്. അപ്പൊ അങ്ങനെ നമ്മൾ രണ്ടുപേരും പല കാര്യങ്ങളും മാറിയിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ നമ്മുടെ ജീവിതം ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മാറൽ, അതിലൊപ്പം നമ്മൾ ജീവിക്കും കൂടെ വേണം. അപ്പോ നമുക്ക് എല്ലാ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും വിഷ്ണു പറയുമ്പോൾ ഞാൻ അംഗീകരിക്കാറില്ല. ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ പറയാറുണ്ട്, വിഷ്ണു പറയാറുണ്ട്. ഇതൊരു ഡിസ്കഷനാണ്, ഇതിനൊരു മ്യൂച്വൽ ഡിസിഷൻ വരാറുണ്ട്. അവസാനം ആരും ആരുടെ മുകളിലൊന്നും ഡോമിനേറ്റ് ചെയ്യുന്നില്ല, ആരും ആരെയും ചിട്ട പഠിപ്പിക്കുന്നില്ല. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് നമ്മളെടുത്ത തീരുമാനമാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ആസ് എ പാർട്ട്ണർ വിഷ്ണുവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ക്വാളിറ്റീസ് എന്താണ്? അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഇഷ്ടപ്പെട്ട കുറച്ച് ക്വാളിറ്റീസ്. വിഷ്ണു എൻ്റെ പാർട്ട്ണർ എന്നുള്ളതിനേക്കാളും വിഷ്ണു എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. വിഷ്ണു ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ ഇപ്പോൾ ഒരു ക്വാളിറ്റി ഒക്കെ ചോദിച്ചാൽ ഇപ്പം എങ്ങനെയാ പറയാ? കാരണം ഓഫ് കോഴ്സ് അറേഞ്ച് മാരേജ് ആണ്, നമ്മൾ ഈ ഒരു സമയത്തായിരിക്കില്ലോ ഇത്. വിഷ്ണു ബേസിക്കലി നല്ലൊരു മനുഷ്യനാണ്. അത് ഞാൻ വളരെ വൈകി റിയലൈസ് ചെയ്ത ഒരാളാണ്. വിഷ്ണുവിനെ നേരിട്ട് കണ്ട ആൾക്കാരൊക്കെ ഇപ്പോൾ വിഷ്ണു ബേസിക്കലി കുറച്ച് ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരാളുടെ ഒപ്പം നമ്മൾ കുറേ കാലം ജീവിക്കുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുമല്ലോ. ബേസിക്കലി നല്ലൊരു മനുഷ്യനാണ്. ആരും ഉപദ്രവിക്കാറില്ല, പറ്റുന്ന സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യാറുണ്ട്, ചുറ്റുമുള്ള ആൾക്കാരെ കൺസിഡർ ചെയ്യാറുണ്ട്. വിഷ്ണു ഭയങ്കര പീപ്പിൾ പ്ലീസിങ് ആണ്. പൊതുവേ ഞാൻ വീഡിയോയിൽ പോളൈറ്റായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അത്ര പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ഒരാളല്ല. എനിക്ക് എങ്ങനത്തെ കാര്യങ്ങൾ ഒരാളുടെ അടുത്ത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ അയാളെ ഉപദ്രവിക്കാൻ വേണ്ടി പറയുന്നതല്ല അത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ. പക്ഷെ വിഷ്ണു പീപ്പിൾ പ്ലീസിങ് ആണ്. ആൾക്കാരെ ഉപദ്രവിക്കാതെ, വാക്കുകൾ കൊണ്ട് പോലും ഉപദ്രവിക്കാതെ, വിഷമിപ്പിക്കാതെ ഉള്ള ബേസിക്കലി
നല്ലൊരു മനുഷ്യനാണ് അതാണ്. ഈ വൈകി വന്ന റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിഷ്ണുവിനായിട്ടുള്ള മാരേജ് ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ അത്ര ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതിന് മുന്നേ എനിക്ക് 1-2 റിലേഷൻഷിപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഈ മാരേജ് എന്നുള്ളത് എങ്ങോട്ടാണ് എന്നെ ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡും ഭയങ്കര വൾണറബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞാൻ വിഷ്ണുവിനെ പരിചയപ്പെടുന്നത്. സാധാരണ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ അച്ഛനാണ്. എൻ്റെ മാരേജ് നടക്കുന്ന സമയത്ത് പല അലയൻസസ് വരുന്ന സമയത്തും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇത് നടത്തിയാൽ മതി, ഇത് കൊള്ളാം. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വളരെയധികം വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരുന്നു. അപ്പോൾ എനിക്ക് നോ പറയണോ യെസ് പറയണോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ആ ഒരു സമയത്ത് എന്നാൽ ഇത് മതി. അപ്പോൾ എനിക്ക് വേണോ വേണ്ടേ കൺഫ്യൂഷൻ തോന്നുന്ന സമയത്തൊക്കെ എന്നെക്കാളും 2 ജനറേഷൻ മുന്നിലുള്ള ഒരാളുടെ അടുത്ത് എനിക്കത് ഓപ്പൺലി ഡിസ്കസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എല്ലാ ഗ്രാൻഡ് ഡോട്ടേഴ്സിനും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു മാരേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരായിട്ട് കുറച്ച് ഡിസ്കഷൻ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടിക്ടോക്ക് ചെയ്യരുത്, സ്ലീവ്ലെസ് ഇടരുത്. എൻ്റെ കയ്യിൽ ഇവിടെ ഒരു ടാറ്റു ചെയ്തിട്ടുണ്ട്. ഇത് അറിവില്ലാത്ത പയത്ത് മുന്നേ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്തൊരു ടാറ്റു ആണ്. പിന്നെ ഇനി ടാറ്റു ചെയ്യാനൊന്നും എനിക്ക് പ്ലാനൊന്നുമില്ല. പക്ഷെ എന്നാലും ഇനിയൊരു ടാറ്റു ചെയ്യരുത്, ഒരു പുരുഷൻ ടാറ്റു ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ എനിക്കതിനെ എതിർക്കണോ വേണ്ടേ ഒന്നും എനിക്ക് അറിയുന്നില്ല. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അവസാനം ഞാൻ ആ കോളിൽ വളരെ വിഷമിച്ചാണ് കോൾ കട്ട് ചെയ്തത്. പക്ഷെ ആ റിലേഷൻഷിപ്പല്ല, ആ ഒരു കല്യാണാലോചന മുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ വന്ന് ഞാനിത് എൻ്റെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഭയങ്കര ഇതായിട്ട്, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ടിക്ടോക്ക് ചെയ്യരുത് എന്നുള്ളത്, എന്തിനാണ് നീ ഇത് ചെയ്യണത്, ഓരോ സ്ലീവ്ലെസ്സും ഷോർട്ട് ഡ്രസ്സും ഇട്ടിട്ടുള്ള ഫോട്ടോസ് നീ എന്തിനാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ വളരെയധികം ഗീവ് അപ്പ് ചെയ്ത്, ഞാൻ ചെയ്തത് തെറ്റാണോ, ഇങ്ങനെയാണോ ഇനി എല്ലാവരും ജീവിക്കേണ്ടത് എന്നായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ എന്നാൽ ഓക്കെ, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാം, ഇനി എന്തിനാ ടിക്ടോക്ക്, നമുക്ക് ഒതുങ്ങിക്കൂടാം എന്നുള്ള മട്ടൻ്റെ ആയിരുന്നു ഞാൻ. ഇത് കഴിഞ്ഞ് ഈ കോൺവെർസേഷൻ വെറുതെ ഒന്ന് ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തതായിരുന്നു, ഇങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ളതൊക്കെ വർത്തമാനത്തിൻ്റെ ഇടയിൽ. അപ്പോൾ വലിച്ചൻ പറഞ്ഞ റിലേഷൻഷിപ്പ്, ആ കല്യാണം വേണ്ട, എന്നെപ്പോലത്തെ ഒരാൾക്ക് അങ്ങനെ പറ്റില്ല, അതൊരു ഫ്രസ്ട്രേഷനിലോട്ടാണ് പോകുന്നത്. അത് പറയുന്നത് അമ്മയല്ല, അമ്മയുടെ അച്ഛനാണ്. ഇപ്പോൾ 84 വയസ്സായി, പുള്ളീനെ പറ്റി പറയുമ്പോൾ എപ്പോഴും ഞാൻ കുറച്ച് ഇമോഷണലാവും. 84 വയസ്സായി പുള്ളിക്ക്. പക്ഷേ പുള്ളി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് ഇന്ന് ഇങ്ങനെ ആയിരിക്കില്ല. മുത്തച്ഛനെ പറ്റി പറയുമ്പോഴത്തേന് ഐശ്വര്യ ഭയങ്കര ഇമോഷണലായി വന്നു. അപ്പോൾ ആൾ തന്നെയാണോ? കാരണം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം നമുക്കൊരു സപ്പോർട്ടെന്ന് പറയാൻ എന്തായാലും നമ്മുടെ ലൈഫിൽ ഒരാൾ കാണും, സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു മെൻറ്റർ എന്നൊക്കെ പറയാൻ നമുക്ക് താങ്ക്ഫുൾ ആയിരിക്കും ആളോട്. അങ്ങനെ ആള് മുത്തച്ഛനാണോ? പേരെന്താണ്? കുട്ടിശങ്കർ. അപ്പം അദ്ദേഹം ആണോ മെൻറ്റർ എന്നൊക്കെ പറയാൻ? എനിക്ക് ഏറ്റവും എനിക്ക് താങ്ക്ഫുൾ. ഞാൻ വെളിച്ചനെ പറ്റി അധികം സംസാരിക്കാറില്ല, കാരണം എനിക്ക് സന്തോഷമുള്ള കാര്യമാണെങ്കിലും സങ്കടമുള്ള കാര്യമാണെങ്കിലും എനിക്ക് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ 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 ആണോ? ശരി.